നമസ്കാരം. ലവ്ലാൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സജി കൂത്താട്ടുകുളം. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഇന്ന് 18-ാം തീയതിയാണ്. കാരണം ആ 18-ാം തീയതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെൻ്റെ ഹെഡ് വാഷിൻ്റെ ദിവസമായിരുന്നു. ഞാൻ ഹെഡ് വാഷ് ചെയ്തു. നിങ്ങൾക്ക് കാണാം. എൻ്റെ ജീവിതത്തിൽ ഏകദേശം ഒരു 10-15 വർഷം ആയിട്ട് ഉള്ള, നമ്മൾ സാധാരണ രീതിയിലൊക്കെ പറയുന്നത് പോലെ പാറക്കഷണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു 7 ഗ്രേഡ് കഷണ്ടിയിൽ നിന്ന് പല പല ട്രീറ്റ്മെൻറ്റുകളിലൂടെ നമ്മൾ പോയിട്ട് നമുക്കതൊന്നും പറ്റാതെ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റിലേക്ക് തന്നെ നമ്മൾ മാറിയത് കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക്. കാരണം ഇപ്പം നിങ്ങൾക്ക് കാണാം നമുക്ക് ആ ട്രാൻസ്പ്ലാന്റിൻ്റെയും ഒരു സ്ഥിതി എന്താണെന്ന് കണ്ടോ. ഇപ്പം നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമുക്ക് കാണാൻ കഴിയുമല്ലോ. കാരണം ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി 10 ദിവസമായിട്ടുള്ളൂ. ഇന്നിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 10 ദിവസമായിട്ടുള്ളൂ. നമ്മളൊരു വ്യക്തിയുടെ ഒരു കഷണ്ടി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി, അതിനിപ്പോൾ പല ഘട്ടങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഒരു 40-42 ദിവസം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഷെഡിങ് സമയം തുടങ്ങും. ആ ഷെഡിങ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു 3 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുടി ശരിക്കും ഗ്രോത്തായിട്ട് വളർന്നു വരുള്ളൂ. ഇതെല്ലാം നമുക്ക് ക്ലിനിക്കിൽ നിന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതിലൊക്കെ നമുക്കുള്ള സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 10 ദിവസമായി ഇന്ന് ഹെഡ് വാഷ് കഴിഞ്ഞ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരുപാട് മറ്റുള്ള വീഡിയോ ചെയ്യണ പോലെയല്ല, ഇന്ന് ഒരുപാട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് എണ്ണും. നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. നമുക്കിതിൻ്റെ ഗ്രോത്ത്, ഇതിൻ്റെ വളർച്ചകൾ, ഇതിൻ്റെ ഓരോ ഘട്ടങ്ങൾ, അപ്പോൾ നമുക്ക് വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് ആണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ ചെന്നു. 3-ാമത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ 8-ാം തീയതി നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. 3-ാമത്തെ ദിവസം നമ്മളത് മറ്റേ ബാൻഡേഡൊക്കെ ഞാൻ തന്നെയാണ്, നമ്മൾ വീട്ടിൽ തന്നെയാണ് റിമൂവ് ചെയ്തത്. അവരത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് പിന്നെ ആ പുറകിൽ നിന്ന് ഈ പുറകു ഭാഗത്തു നിന്നാണ് ഡോണർ ഏരിയയിൽ നിന്ന് നമ്മൾ മുടിയെടുത്ത് നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഓയിൽമെൻറ്റ് തേക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരിത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തേച്ചു. അതൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും പല വീഡിയോയിലും പലരും പറഞ്ഞിട്ടുണ്ട്, കാരണം വെച്ചാൽ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നീരൊക്കെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് അങ്ങനെ ഉണ്ടായില്ല കേട്ടോ. കാരണം എനിക്കൊരു ഒരു ദിവസത്തേക്ക് ഒരു ശകലം നീര്, ആ ബാൻഡേജ് കെട്ടിയിരുന്ന ബാൻഡേജ് റിമൂവ് ആക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് നീര് ശകലം ഉണ്ടായിരുന്നു. അത് ഒരു ദിവസത്തേക്ക് ഉണ്ടാകും. അത് പിന്നെ അങ്ങ് മാറുകയും ചെയ്തു. പിന്നെ നമുക്ക് ആ നോർമൽ ടൈമിലേക്കായി. പിന്നെ വേദനയോ അങ്ങനെയുള്ള കാര്യങ്ങളോ മരപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഭാഗത്ത് നമുക്കിങ്ങനെ പയ്യെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കുന്നതായിട്ടുള്ള ടച്ചിങ് നമുക്കറിയാൻ പറ്റും. നമുക്കിങ്ങനെ സ്പർശനമുണ്ട് നമുക്ക്. പക്ഷേ ഇവിടെ നമുക്ക് സാധാരണ സ്കിന്നിലേക്ക് നമ്മൾ തൊടുന്നത് പോലെയുള്ള ഒരു സ്പർശനമില്ല. കാരണം വെച്ചാൽ ഒരു മരപ്പുണ്ട്, അല്ലാതെ വേറെ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെയുള്ള ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇന്ന് വരെ ഇപ്പോൾ എനിക്കുണ്ടായിട്ടില്ല. നമ്മൾ വളരെ ഓക്കെയാണ്. വേദനയോ അതുപോലെ തന്നെ സൂചി കുത്തുന്നത് പോലെയൊക്കെ വരുമെന്നിങ്ങനെ പറഞ്ഞായിരുന്നു അവർ. ഈ ഡോണർ ഏരിയയിൽ നിന്ന് ചെറുതായിട്ട് വേദനയൊക്കെ വരുമെന്ന് പറഞ്ഞായിരുന്നു, മരപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, അതൊക്കെ സ്വാഭാവികമെന്നും പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, ദൈവാനുഗ്രഹം. എന്തായാലും ചിലപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ രീതി ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ എന്ത് വന്നാലും നമ്മൾ വിജയകരമായിട്ട് നമ്മുടെ ആ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. നമുക്ക് 3500 ഗ്രാഫ്റ്റാണ് വെച്ചേർന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കഴിഞ്ഞ വർഷം ഞാൻ അവിടെ പോയായിരുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട്. അപ്പം അന്നേരം അവർ 4300 ഗ്രാഫ്റ്റായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ 4300 ഗ്രാഫ്റ്റ് പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ ഞാനിപ്പോൾ ചെന്നത്. അപ്പോൾ അത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്കത് ഈ 3500 മാറിപ്പോയി. കാരണം ചിലപ്പോൾ ഡോണർ ഏരിയ കുറച്ച് ഡാമേജ് ആയെന്ന് അവർ പറഞ്ഞു. അപ്പം അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ചിലപ്പോൾ
ഇതിന് മുമ്പ് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എന്തെങ്കിലും റിയാക്ഷൻ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും. കാരണം ഇത് തൊലിയൊക്കെ കണ്ടമാനം ചുളുങ്ങി പോകും, ഡോണർ ഏരിയ വീക്കായിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇപ്പം കിട്ടാവുന്ന എടുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് സമയമുണ്ടല്ലോ. ഇപ്പം ഇനിയിപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സിറ്റിങ്ങിൽ നമുക്ക് ബാലൻസ് വേണമെങ്കിൽ ചെയ്താൽ മതി. നമുക്ക് ആവശ്യമെന്ന് തോന്നുമെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം ചെയ്യാം. അന്നേരം എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ചെയ്യാം. അങ്ങനെ ചെയ്ത് പോകുന്നുണ്ട് ആൾക്കാർ. അപ്പം അങ്ങനെ വളരെ ഒരു ഹാപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. 3500 ഗ്രാഫ്റ്റാണ് വെച്ചത്. ഇപ്പം പിന്നെ കൊച്ചിയിലാണ് ഞാൻ ചെയ്തത്. ലാ ഡെൻസിറ്റ എന്ന് പറയുന്ന ക്ലിനിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ, നല്ല ഡോക്ടർമാരും ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു വിഷമങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കാര്യം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ വീഡിയോകളും നമ്മളോരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലരും പല രീതിയിലൊക്കെ, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ അനുഭവം നമ്മൾ പറയുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങളോട് 2 വാക്ക് പറയുക എന്ന് മാത്രമല്ല, അങ്ങനെ അറിയിക്കുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ടോ ഇത് ഫോളോ ചെയ്യാനായിട്ടോ ഒന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ ഒരു കാര്യം, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ടവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രമുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ക്ലിനിക്ക് വളരെ നമുക്ക് നല്ല കെയറും തന്നു. നല്ല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ ഒരു 4-5 മാസത്തേക്ക് നമുക്ക് PRP ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് പോയി എടുക്കണം. പിന്നെ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും കഴിക്കാം. എങ്കിലും കുറച്ചുകൂടെ നമ്മളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഇത്രയും ത്യാഗമൊക്കെ സഹിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു മാസം, ഒരു 10-30 ദിവസം നമുക്ക് അവർ പറയുന്ന രീതിയിലൊക്കെ കുറച്ച് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതായിരിക്കും. അതിൻ്റെ റിസൾട്ടിൽ അതൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ റിയൽ ടൈം പ്ലസ് അഫയർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടുന്ന് ഈ പുറകിൽ നിന്ന് സ്റ്റെപ്പ് വെട്ടിയെടുത്ത് അത് അതിൽ നിന്ന് മുടികൾ വേർതിരിച്ച് നമുക്ക് മുമ്പിലേക്ക് പ്ലാൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ നല്ലൊരു പ്രൊസീജിയറാണ്. പിന്നെ ഇപ്പോൾ പല പ്രൊസീജിയറുകളുണ്ട് ഇതിൻ്റെ അകത്ത്, കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള പല രീതിയിലുണ്ട്. പെൻ മെത്തേഡുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ എന്തായാലും ഞാനിതാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ മെത്തേഡ് തന്നെയാണ് നമുക്ക് ഡോണർ ഏരിയയിൽ നിന്ന് അവിടെ നിന്ന് എടുത്ത് ഫ്രണ്ടിലേക്ക് പ്ലാൻ ചെയ്യണ അങ്ങനെയുള്ള ഒരു രീതിയാണ് ഒട്ടുമുക്കാലും ആൾക്കാർ അവിടെ ഞാൻ കണ്ടിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ പ്രാവശ്യം ക്ലിനിക്കിൽ പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന അറിവുകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഈ പൈസയുടെ കാര്യം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പം നമുക്കങ്ങനെ വീഡിയോയിൽ നമുക്ക് അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ പൈസ മുടക്കുണ്ട്. പക്ഷെ നമ്മൾ പൈസ മുടക്കിയാലും നമുക്കതിനുള്ള ഒരു പ്രതിഫലം നമുക്ക് കിട്ടിയെന്നുള്ളൊരു വളരെ സന്തോഷമുണ്ടാകും. പൈസ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പണിയെടുത്ത്, പക്ഷേ നമ്മുടെ സമയം വേസ്റ്റായി പോവുക, നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാണ്ടിരിക്കുമ്പോഴെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോൾ എനിക്കായാലും നിങ്ങൾക്കായാലും ആർക്കായാലും ഒക്കെ അങ്ങനെയാണ്. സാധാരണഗതിയിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് ഇതിപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ടാണല്ലോ നമ്മൾ ഈ പ്രയത്നം മുഴുവൻ ചെയ്യുന്നത്, ഇത്രയും വേദനകളൊക്കെ സഹിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാവരും അങ്ങനെ, എന്തോരം ആൾക്കാർ അവിടെ അങ്ങനെ വരുന്നത്, പ്രായമുള്ളവരും പ്രായം ചെന്നവരും ചെറുപ്പക്കാരുമായിട്ട് ഒരുപാട് ആൾക്കാർ, പല രീതിയിലുള്ള ആൾക്കാർ അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പൈസ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം 3500 ഗ്രാഫ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് നമുക്ക് പൈസ മുടക്കുണ്ട്. നിങ്ങൾക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറയാം, ആ പൈസയുടെ കാര്യങ്ങൾ പറയാം.
പിന്നെ പൈസ കുറവാന്നുള്ള രീതിയിൽ ആരും ഈ ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റിനൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത് ധൈര്യമായിട്ട് ചെയ്യാം. ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലിനിക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൈസേനെ ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഇവിടെ ക്ലിനിക്കിൽ EMI ഉണ്ട്, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കത് അടച്ചു തീർത്താൽ മതി. അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ലോൺ എടുത്തിട്ട് നമ്മൾ അടച്ചു തീർക്കുന്ന പോലെ നമുക്ക് അടച്ചു തീർക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കാര്യങ്ങളാണല്ലോ നമുക്ക് ഇതിപ്പോൾ ഇത്രയും വലിയൊരു പൈസ മുടക്കുള്ള ഒരു കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സാധാരണക്കാരനൊക്കെ ഏറ്റവും വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഉണ്ട് നിലവിൽ. അപ്പോൾ അതൊക്കെ ആവശ്യക്കാർക്ക് ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് പറഞ്ഞു തരുകയും ചെയ്യും. അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ അവർ നീക്കി തരുകയും ചെയ്യും. എല്ലാ രീതിയിലും എല്ലാ നല്ല സഹകരണങ്ങളും ആ ക്ലിനിക്കിൽ നിന്നുണ്ട്. അവിടുത്തെ മാനേജരായാലും ഒക്കെ നമ്മളോടൊപ്പം കൂടെ നിന്ന് നമ്മുടെ കൂടെ അവർ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഈ എൻ്റെ ട്രാൻസ്പ്ലാന്റിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ വളർച്ചാഘട്ടങ്ങളും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ വിശേഷങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇനി ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്ന ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഇന്നിപ്പോൾ ഹെഡ് വാഷിന് പോയ ആ ഒരു വീഡിയോയും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾ കാണുക. അതിനോടൊപ്പം എൻ്റെ ഈ വീഡിയോ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തോന്നിയെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ അതൊരു പ്രയോജനപ്പെടും എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ബെല്ലൈക്കൻ കൊടുത്ത് ഈ ചാനലിനെ എന്നെയും പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും നാളും നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും എൻ്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി.